സാർ പരസ്യം ഇതിവിടെ വെച്ചാൽ ഇവർ നമുക്ക് ഇന്ന് ചായയും വടയും വാങ്ങിച്ചു തരും. വേണ്ട സാറേ, പേഷ്യൻ്റ് വന്ന്. പേഷ്യൻ്റ് ആണെന്ന് ചോദിക്കും സാറേ. പേഷ്യൻ്റ് ആണോ? അല്ല സാറേ. ഓ, വീണ്ടും പ്രോക്സി. സാറേ, മോൻ്റെ ആവശ്യത്തിന് വന്നായിരുന്നു സാറേ. ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു സാറേ. സാറേ, എൻ്റെ മോനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കോവിഡ് വാക്സിൻ എടുത്ത് സാറേ. നന്നായിട്ട് പഠിച്ചൊന്ന് ചേർക്കണം സാറേ. എല്ലാ വിഷയത്തിനും A+ കിട്ടുന്ന ചേർക്കണം. വാക്സിൻ എടുത്തതിന് ശേഷം സാറേ C+1 കിട്ടുന്നു. അതുപോലെ 2 വിഷയം തോക്കുകയും കൂടി ചെയ്തു. ഇപ്പോൾ എൻ്റെ പൊന്ന് സാറേ, ഇപ്പോൾ അടുത്ത മാസം SSLC പരീക്ഷ വരുക സാറേ. ഇപ്പോൾ ആ വാക്സിൻ സ്കൂളിൽ നിന്ന് പറഞ്ഞു സാറേ, TT വാക്സിൻ എടുക്കണമെന്ന് സാറേ. എൻ്റെ പൊന്ന് സാറേ, ഇപ്പോൾ ആ വാക്സിൻ എടുത്താൽ ചെറുക്കൻ തോറ്റു പോകും. പിന്നെ ഞാൻ വാക്സിൻ എടുത്തിട്ടല്ലേ 10ാം ക്ലാസ് തോറ്റത്. കേട്ടല്ലോ. എൻ്റെ പൊന്ന് സാറേ, എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരും സാറേ. SSLC പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ വാക്സിൻ എടുക്കാം സാറേ. എടോ, തൻ്റെ മോൻ പഠിക്കാത്തതും കൂടെ വാക്സിന് മോളിൽ കൊണ്ട് വെക്കല്ലേ. വാക്സിന് മോളിൽ ഇപ്പം തന്നെ ആവശ്യമുള്ള വഴിയുണ്ട്. എൻ്റെ പൊന്ന് സാറേ, പത്രത്തിലൊക്കെ സാറ് കാണുന്നില്ലേ വാക്സിൻ എടുത്തവർക്ക് അറ്റാക്ക് വന്നു എന്നൊക്കെ. അതിന് മുമ്പ് അറ്റാക്ക് ഒന്നും ഇല്ലായിരുന്നു. എടോ, നമ്മുടെയൊക്കെ പൂർവികർ വാക്സിൻ എടുക്കാൻ ധൈര്യം കാണിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പ്ലേഗ്, പോളിയോ, വസൂരി ഇതൊക്കെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തത് വാക്സിൻ എടുത്തോണ്ടല്ലേ. അപ്പോൾ വാക്സിൻ ധൈര്യമായിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ്. അതല്ല സാറേ. സാറേ, പരീക്ഷ കഴിയുമ്പോൾ വാക്സിൻ എടുക്കാം സാറേ. സാറേ, TT എടുത്താൽ 10ാം ക്ലാസ് പാസ്സാവുന്ന കൂടെ പറ. പോടോ സാറേ, TT വാക്സിൻ എടുത്തോ പരീക്ഷ ജയിക്കും സാറേ. അങ്ങനെയാണെങ്കിൽ വാക്സിൻ എടുക്കും. എടോ, തൻ്റെ മോൻ പഠിച്ചാൽ പരീക്ഷ പാസ്സാവും. അല്ലാതെ വാക്സിൻ എടുത്തതിന് പേര് തോക്കത്തുമില്ല, ജയിക്കത്തുമില്ല. അപ്പോൾ അതിനോട് വല്ലതും പഠിക്കാൻ പറ. വാക്സിനും എടുക്കണം, അത് അത്യാവശ്യമാണ്. കേട്ടല്ലോ, ശരി. സാറേ, മൊത്തം പ്രോക്സി ആണല്ലോ വരുന്നത്. നീ ഒരു പേഷ്യൻ്റ് പോലും മര്യാദയ്ക്ക് വരുന്നില്ല. അതെ, അടുത്ത ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ അപ്പച്ചനാ. വന്നാട്ടെ അപ്പച്ച, വാ ഇരിക്കേ. സാറേ, നല്ല പിടക്കണ അപ്പച്ചൻ. ട്രെമറാണോ? മിണ്ടായിരിക്കേ. ട്യൂമർ അല്ലേ? ട്യൂമർ അല്ലടാ, ട്രെമർ. എന്തുകൊണ്ട്? കുഴപ്പമില്ല. കുറവുണ്ടല്ലേ? മരുന്നൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. കുറച്ചേറെ ഉണ്ടല്ലോ മരുന്നല്ലേ? സാറ് ഈ അപ്പച്ചനെ കണ്ടുപിടിക്കണം. എത്രമാത്രം മരുന്ന് കഴിക്കുന്നത്, എന്നിട്ട് നല്ല സുഖമായിട്ടിരിക്കുകയല്ലേ? അതെ, ഇത്ര മരുന്ന് കഴിക്കേണ്ട അപ്പച്ചൻ്റെ പയറ് പോലെ ഇരിക്കുന്നു. അപ്പച്ചന് ഒരു പരാതിയില്ല. ഇവർക്കെല്ലാം ബാക്കിയുള്ളവർക്കെല്ലാം സംശയമാണ്. ഇത്രയും മരുന്ന് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കണ്ടല്ലേ? അതെ സാറേ, രാവിലെ കാപ്പിയൊക്കെ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ 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 അതെ. നിങ്ങളുണ്ട് അപ്പച്ചന് ഉറക്കമൊക്കെ ഉണ്ടോ? അപ്പച്ചന് ഉറക്കമുണ്ട്. കഴിഞ്ഞാലും നല്ല ഭേദമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ മരുന്ന് കുറയ്ക്കാനുണ്ടോ? അത് പറ്റത്തില്ല. ഇതെല്ലാം കഴിച്ചിട്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ലല്ലോ. ഈ ലെവലിൽ തന്നെ പോട്ടെ. ഞാൻ ഒരു മാസം കൂടെ മരുന്ന് എഴുതിയേക്കാം. അപ്പച്ചൻ സാറിന് വേണ്ടി ഒന്ന് ശാലൻ TV നോക്കി പ്രാർത്ഥിക്കലൊക്കെ ഉണ്ട്. ആണോ? വലിയ സന്തോഷം. അപ്പച്ചൻ എനിക്ക് വേണ്ടി എന്തോ പ്രാർത്ഥിക്കുന്നത് എന്താ? അത് മോനീ വിഷമെല്ലാം കൂടെ നാട്ടുകാരെ തിരിച്ച് അവരുടെ കിഡ്നിയും കരളും എല്ലാം കൂടെ അടിച്ചു പോയി കഴിയുമ്പോൾ അവരുടെ ശാപം സാറിൻ്റെ മേൽ വീഴരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.